വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് PSC ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം. 2023, 24, 25 PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ജോഗ്രഫിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം അടുത്തിടെ വിക്ഷേപിച്ചു. ഏതാണ് ഉപഗ്രഹം? ഇതിൻ്റെ ആൻസർ ഇൻസാറ്റ് 3DS ആണ്. 2024 ഫെബ്രുവരി 17 ISRO ഇൻസാറ്റ് 3DS ലോഞ്ച് ചെയ്തത്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ നിലയത്തിൽ നിന്നായിരുന്നു ഇതിൻ്റെ വിക്ഷേപണം. ഇനി അടുത്ത ചോദ്യം, ഓവർലാപ്പോട് കൂടിയ ഒരു ജോഡി ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം സ്റ്റീരിയോസ്കോപ്പാണ്. ഇവിടെ ഓർമ്മിച്ചു വെക്കേണ്ട ഒരു പോയിന്റ്, ഓവർലാപ്പോട് കൂടിയ ഒരു ജോഡി ആകാശീയ ചിത്രങ്ങൾ അറിയപ്പെടുന്നത് സ്റ്റീരിയോ പെയർ എന്ന പേരിലാണ്. സ്റ്റീരിയോ പെയർ. ഓവർലാപ്പോട് കൂടിയ ആകാശീയ ചിത്രങ്ങളിൽ നിന്ന് ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം സ്റ്റീരിയോസ്കോപ്പാണ്. ഒരു സ്റ്റീരിയോ പെയറിനെ സ്റ്റീരിയോസ്കോപ്പിലൂടെ വീക്ഷിക്കുമ്പോൾ ലഭിക്കുന്ന ത്രിമാന ദൃശ്യത്തെ സ്റ്റീരിയോസ്കോപ്പിക് വിഷൻ എന്നാണ് വിളിക്കുന്നത്. ഇനി എന്താണ് ഓവർലാപ്പ്? ആകാശീയ ചിത്രങ്ങളിലെ തുടർച്ച നിലനിർത്തുന്നതിനും സ്റ്റീരിയോസ്കോപ്പിൻ്റെ സഹായത്താൽ ത്രിമാന തല വീക്ഷണം ലഭ്യമാകുന്നതിനും വേണ്ടി ഓരോ ആകാശ ചിത്രത്തിലും തൊട്ടു മുമ്പ് ചിത്രീകരിച്ച പ്രദേശത്തിൻ്റെ ഏകദേശം 60% ഭാഗം കൂടി പകർത്തും. അതിനെയാണ് ഓവർലാപ്പ് എന്ന് പറയുന്നത്. ഇതെല്ലാം റിമോട്ട് സെൻസിങ്ങുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ ഭാഗം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. ഇനി അടുത്ത ചോദ്യം, സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഭൂപടത്തിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖ, അത് കോണ്ടൂർ രേഖകളാണ്. ഇപ്പോൾ കോണ്ടൂർ രേഖകൾ ഭൂപടങ്ങളിൽ തവിട്ട് നിറത്തിലാണ് വരയ്ക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് കോണ്ടൂർ രേഖകൾ. അപ്പോൾ ഒരു കോണ്ടൂർ രേഖ കടന്നു പോകുന്ന സ്ഥലങ്ങൾ എല്ലാം തന്നെ സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നവയായിരിക്കും. കോണ്ടൂർ രേഖകൾ വരയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു വാല്യൂ കൊടുക്കും, അതിൻ്റെ ഹൈറ്റിനെ സൂചിപ്പിക്കുന്ന. അപ്പോൾ അതിനെ കോണ്ടൂർ വാല്യൂസ് അല്ലെങ്കിൽ കോണ്ടൂർ മൂല്യങ്ങൾ എന്നാണ് പറയുന്നത്. കോണ്ടൂർ മൂല്യങ്ങളുടെ സഹായത്താലാണ് നമുക്ക് ഭൂപടങ്ങളിൽ ചിത്രീകരിച്ചിട്ടുള്ള പ്രദേശങ്ങളുടെ ഉയരം കണ്ടെത്താനാവുക. അടുത്തടുത്ത രണ്ട് കോണ്ടൂർ രേഖകളുടെ മൂല്യവ്യത്യാസമാണ് കോണ്ടൂർ ഇടവേള എന്ന് പറയുന്നത്. 1:50,000 തോതിലുള്ള ധരാതലീയ ഭൂപടങ്ങളിൽ സാധാരണയായിട്ട് കോണ്ടൂർ ഇടവേള 20 മീറ്റർ ആയിരിക്കും. കോണ്ടൂർ രേഖകളിലൂടെ ഭൂപ്രദേശത്തിൻ്റെ ഉയരം, ചെരിവിൻ്റെ സ്വഭാവം, ഭൂരൂപത്തിൻ്റെ ആകൃതിയൊക്കെ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും. അടുത്തത് ഈ ഓപ്ഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഐസോബാർ അഥവാ സമമർദ്ദരേഖകൾ. ഇത് എന്താണെന്ന് വെച്ചാൽ തുല്യമർദ്ദം അനുഭവപ്പെടുന്ന സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ്. അടുത്തത് ഐസോതേം എന്ന് പറഞ്ഞാൽ ഒരേ താപം അനുഭവപ്പെടുന്ന പ്രദേശങ്ങളെ തമ്മിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖകൾ. ഐസോ ഹാലൈൻ എന്ന് പറഞ്ഞാൽ തുല്യ ലവണാംശമുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന രേഖകളാണ് ഐസോ ഹാലൈൻസ്. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധമില്ലാത്തത് ഏത്? അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ മഹലനോബിസ് മാതൃക അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. അത് ശരിയാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് മഹലനോബിസ് മാതൃക എന്നുള്ള പേരിലാണ്. അടുത്തത് മനുഷ്യവിഭവശേഷി വികസനമായിരുന്നു ലക്ഷ്യം. അത് തെറ്റാണ്. മാനവ വികസനത്തിന് ഊന്നൽ കൊടുത്തിട്ടുള്ള പഞ്ചവത്സര പദ്ധതി 8ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇനി അടുത്ത് നോക്കി, വ്യവസായ വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അത് ശരിയാണ്. 2ാം പഞ്ചവത്സര പദ്ധതി കൂടുതൽ ഊന്നൽ നൽകിയത് വ്യവസായ മേഖലയ്ക്കാണ്. അതുകൊണ്ട് തന്നെ വ്യാവസായിക പഞ്ചവത്സര പദ്ധതി എന്ന പേരിലാണിത് അറിയപ്പെടുന്നത്. വ്യാവസായിക പദ്ധതി. ഇനി അടുത്തത്, വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടെ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ ഉരുക്ക് നിർമ്മാണശാലകൾ സ്ഥാപിച്ചു. അത് ശരിയാണ്. ദുർഗാപൂർ, ഭിലായി, റൂർക്കേല ഒക്കെ അതിന് ഉദാഹരണമാണ്. 2ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 1956 മുതൽ 61 വരെയായിരുന്നു. പിന്നെ ഇവിടുന്ന് ഈ പ്രാവശ്യം പ്രതീക്ഷിക്കേണ്ട ഒരു ചോദ്യം, ഇന്ത്യ സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ചത് 1960 അന്ന് നിലവിലുണ്ടായിരുന്ന പഞ്ചവത്സര പദ്ധതി 2ാം പഞ്ചവത്സര പദ്ധതിയാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകൾ ഏത് സംവിധാനത്തെ ഉദ്ദേശിച്ചുള്ളതാണ്? 2015 ജനുവരി 1 നിലവിൽ വന്ന സംവിധാനം ഭാരത സർക്കാരിൻ്റെ ഒരു വിദഗ്ധ ഉപദേശക സമിതിയാണ്. പ്രധാനമന്ത്രിയാണ് ഇതിൻ്റെ വൈസ് ചെയർമാൻ. ദേശീയ അന്തർദേശീയ പ്രാധാന്യമുള്ള സാമ്പത്തിക നയവിഷയങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാങ്കേതിക ഉപദേശം നൽകുകയാണ് ഇതിൻ്റെ ചുമതല. അപ്പോൾ ഇത് ഏതിനെക്കുറിച്ചാണ് പറയുന്നത്? നീതി ആയോഗിനെ കുറിച്ച്. പ്ലാനിംഗ് കമ്മീഷന് ശേഷം നിലവിൽ വന്ന സംവിധാനമാണ് നീതി ആയോഗ്. 2015 ജനുവരി 1 നിലവിൽ വന്നത്. ഭാരത സർക്കാരിൻ്റെ ഒരു വിദഗ്ധോപദേശ സമിതിയാണിത്. പ്രധാനമന്ത്രിയാണ് ഇതിൻ്റെ ചെയർമാന്. ദേശീയ അന്തർദേശീയ പ്രാധാന്യമുള്ള സാമ്പത്തിക നയവിഷയങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാങ്കേതിക ഉപദേശം നൽകുകയാണ് ഇതിൻ്റെ ചുമതല. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന് കാരണമായത് എന്താണ്? ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന് കാരണമായത് ഇന്ത്യയുടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും കമ്മിയുമാണ്. അടുത്തത്, താഴെ പറയുന്നവയിൽ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനം അല്ലാത്തത് ഏതാണ്?
വാണിജ്യ ബാങ്കുകളാണ് ബാങ്കിങ് ഇതര ധനകാര്യ സംവിധാനമല്ലാത്തത്. ബാക്കി ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനികൾ, ഇൻഷുറൻസ് ബാങ്കുകൾ, മ്യൂച്വൽ സേവിങ്സ് ബാങ്കുകൾ ഇതെല്ലാം എന്തുമായി ബന്ധപ്പെട്ടാണ്? ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനങ്ങളാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം? അതിൽ 1, 2, 3 ആണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ഇതിൻ്റെ വക്താവ് MS സ്വാമിനാഥനാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ ഗോതമ്പ് വിപ്ലവം എന്നാണ് അറിയപ്പെട്ടത്. രാസവളങ്ങളും രാസകീടനാശിനികളും ഉപയോഗിച്ചുള്ള കൃഷി രീതിയാണിത്. അടുത്ത ചോദ്യം, ദോഡാബേട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വത ശിഖരം. ദോഡാബേട്ട കൊടുമുടി തമിഴ്നാട് ജില്ലയിലെ നീലഗിരി കുന്നുകളിലാണ് കേട്ടോ. നീലഗിരി കുന്നുകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ദോഡാബേട്ട. ഇനി ഇവിടെ ഓർമ്മിക്കേണ്ട ഒരു പോയിന്റ്, ആനമല കുന്ന്. അതായത് ഇപ്പോൾ അടുത്ത് കറണ്ട് അഫേഴ്സ് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. ഈ ആനമല കുന്നുകളിലാണ് തമിഴ്നാട്ടിൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷിത കേന്ദ്രം നിലവിൽ വരുന്നത്. അടുത്ത ചോദ്യം, ഹൂഗ്ലി നദിയിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം. വിശാഖപട്ടണമാണ് ഹൂഗ്ലി നദിയിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം. ഹൂഗ്ലി നദിയുടെ തീരത്തുള്ള പട്ടണം കൊൽക്കത്തയാണ്. ഹൂഗ്ലി നദിക്കടിയിലൂടെയാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ മെട്രോ തുരങ്കം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, G20 ഉച്ചകോടി 2023 ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത്. ഓർമ്മിച്ചു വെക്കുക, ന്യൂഡൽഹിയിൽ വെച്ചാണ് G20 ഉച്ചകോടി നടന്നത്. അതിൻ്റെ അധ്യക്ഷൻ അല്ലെങ്കിൽ ചെയർമാൻ ശ്രീ നരേന്ദ്രമോദി ആയിരുന്നു. വസുദൈവ കുടുംബകം എന്ന മുദ്രാവാക്യമാണ് അതിൻ്റെ ലക്ഷ്യം. പിന്നെ 18ാമത്തെ ഉച്ചകോടിയായിരുന്നു. 19ാമത്തെ G20 ഉച്ചകോടി നടക്കാൻ പോകുന്നത് ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ വെച്ചാണ്. പിന്നെ ഓർമ്മിച്ചു വെക്കുക, 19 അംഗരാജ്യങ്ങളാണ് G20 ഉള്ളത്. പിന്നെ ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ് ഈ ഹരിത വിപ്ലവം. നമ്മൾ നേരത്തെ കുറച്ച് ക്വസ്റ്റ്യൻ നോക്കി. അപ്പോൾ ഇന്ത്യയിലെ എല്ലാ കാർഷിക വിളകളുടെയും ഉൽപ്പാദനം അത്ഭുതമായി വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അതിൽ കൂടുതൽ ഫോക്കസ് കൊടുത്തത് ശരിക്കും ധാന്യവിളയായിട്ടുള്ള ഗോതമ്പിനൊക്കെയാണ്. പിന്നെ MS സ്വാമിനാഥനാണ് ഇതിന് പ്രധാന പങ്ക് വഹിച്ചത്. ഹരിത വിപ്ലവത്തിന് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ് ഉപയോഗിച്ചത്. പിന്നെ രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം വർദ്ധിച്ചു എന്നുള്ളതും ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടുന്നവയാണ്. അടുത്ത ചോദ്യം, ചവറ കരിമണൽ നിക്ഷേപത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതു ഇൽമനൈറ്റ് ആണ്. ചവറ കൊല്ലം ജില്ലയിലാണ് കേട്ടോ. അടുത്തൊരു ചോദ്യം, ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശികവാദം. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശികവാദമാണ് ലൂ. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലൂ. പിന്നെ ചിനൂക്ക് എന്ന് പറഞ്ഞാൽ, ചിനൂക്ക് റോക്കിയാണെന്ന് നമ്മൾ പറഞ്ഞില്ലേ, റോക്കി. അപ്പോൾ റോക്കി പർവ്വത ചെരുവിലൂടെയാണ് ചിനൂക്ക് വീശുന്നത്. അത് മഞ്ഞുതീനി എന്നറിയപ്പെടുന്നു. ഹർമാറ്റനാണെങ്കിൽ ആഫ്രിക്കയിൽ സഹാറ മരുഭൂമിയിലാണ് വീശുന്നത്. അവിടുത്തെ ഒരു കാലാവസ്ഥയിൽ മാറ്റം കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ ഡോക്ടർ എന്ന പേരിലാണത് അറിയപ്പെടുന്നത്. പിന്നെ യൂറോപ്പിലാണ് ഫൊൻ എന്ന് പറയുന്ന പ്രാദേശികവാദം വീശുന്നത്. അടുത്ത ചോദ്യം, പ്രധാനമായും സിലിക്കേറ്റ് ധാതുക്കൾ അടങ്ങിയതും ഭൂമിയുടെ വ്യാപ്തിയുടെ 84% വരുന്നതുമായ ഭൂമിയുടെ പാളി. ഭൂമിക്ക് പ്രധാനമായും 3 പാളികളാണുള്ളത്. അതിൽ ഏറ്റവും വ്യാപ്തിയുള്ള പാളി എന്ന് പറയുന്നത് മാൻഡിലാണ്, ഭൂമിയുടെ 2ാമത്തെ പാളി. ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള പാളി ഭൂവൽക്കമാണ്. ഭൂവൽക്കം എന്ന് പറഞ്ഞാൽ കനം കുറഞ്ഞ പാളിയാണ്. ഭൂവൽക്കത്തിന് തൊട്ട് താഴെയാണ് മാൻഡിൽ. മാൻഡിൽ കഴിഞ്ഞാൽ പിന്നെ കാമ്പാണ്. കാമ്പിന് തന്നെ 2 ഭാഗങ്ങളുണ്ട്, അകക്കാമ്പ്, പുറംകാമ്പ്. പിന്നെ സിയാല്, സിമ എന്ന് പറയുന്നത് ഭൂവൽക്കത്തിൻ്റെ ഭാഗങ്ങളാണ്. അതുപോലെ തന്നെ മാൻഡിലിനും അപ്പർ മാൻഡിൽ, ലോവർ മാൻഡിൽ, അങ്ങനെ 2 ഭാഗങ്ങളുണ്ട്. പിന്നെ PSC തുടങ്ങിയ കാലം തൊട്ട് PSC ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്, പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ്. അത് കറുത്ത മണ്ണാണ്. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കറുത്ത മണ്ണ് കാണുന്നത് ഡെക്കാൻ ട്രാപ്പ് മേഖലയിലാണ്. പാലക്കാട് ജില്ലയിലും കറുത്ത മണ്ണുണ്ട്. കറുത്ത മണ്ണ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന പരുത്തി കൃഷിക്ക് ഏറ്റവും സ്യൂട്ടബിളായിട്ട് ഉള്ളതാണ്. അടുത്ത ചോദ്യം, ഡെക്കാൻ ട്രാപ്പ് എന്നറിയപ്പെടുന്ന ഭൂമിശാസ്ത്രപരമായ രൂപീകരണത്തെ ഇനി പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയായി വിവരിക്കുന്നത്? ഓർമ്മിച്ചു വെക്കുക, ക്രിറ്റേഷ്യസ് കാലഘട്ടത്തിൻ്റെ അവസാനത്തിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങളാൽ രൂപപ്പെട്ട ഒരു വലിയ അഗ്നിപ്രവിശ്യയാണ് ഡെക്കാൻ ട്രാപ്പ് മേഖല. ഡെക്കാൻ പീഠഭൂമി ട്രയാങ്കിൾ ഷേപ്പിലാണ്. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ്. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായിട്ട് വരുന്ന കേരളത്തിലെ സ്ഥലമാണ് വയനാട്. അടുത്ത ചോദ്യം, ഏത് അന്തരീക്ഷ പാളിയിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്? സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി ഉള്ളത്. ഇനി ട്രോപ്പോസ്ഫിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും താഴ്ന്ന പാളിയാണ് ട്രോപ്പോസ്ഫിയർ. അപ്പോൾ ഈ ട്രോപ്പോസ്ഫിയറിൻ്റെ പ്രത്യേകത, അവിടെയാണ് ക്രമമായ താപനഷ്ട നിരക്ക് അനുഭവപ്പെടുന്നത്. തെർമോസ്ഫിയർ എന്ന് പറയുന്നത് ഏറ്റവും ചൂട് കൂടിയ പാളിയാണ്. പിന്നെ മെസോസ്ഫിയറിലാണ് ഉൽക്കകളൊക്കെ കത്തി നശിക്കുന്നത്. പിന്നെ സ്ട്രാറ്റോസ്ഫിയറിൽ തന്നെ നമ്മൾ ഓസോണിനെ കുറിച്ച് പറഞ്ഞു. ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നത് സെപ്റ്റംബർ 16-നാണ്. മഴ, മഞ്ഞ് തുടങ്ങിയ കാലാവസ്ഥാ പ്രതിഭാസങ്ങളൊക്കെ ദൃശ്യമാകുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. റേഡിയോ പ്രക്ഷേപം സാധ്യമാകുന്ന തെർമോസ്ഫിയറിൻ്റെ താഴെയുള്ള പാളിയാണ് അയണോസ്ഫിയർ. പോസിറ്റീവ് അയോണുകൾ കാണപ്പെടുന്ന മേഖല.
അടുത്ത ചോദ്യം, കേരളത്തിൽ പ്രധാനമായും കാണപ്പെടുന്നതും വിവിധ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന ടൈറ്റാനിയം ഡയോക്സൈഡ് പിഗ്മെന്റിന്റെ ഉൽപ്പാദനത്തെ പിന്തുണയ്ക്കുന്ന ധാതു ഏതാണ്? ഇൽമനൈറ്റ് ആണ്. ഇൽമനൈറ്റ്, റൂട്ടൈലൊക്കെയാണ് ടൈറ്റാനിയം ഡയോക്സൈഡ് പിഗ്മെന്റിന്റെ ഉൽപ്പാദനത്തെ പിന്തുണയ്ക്കുന്നത്. നമ്മുടെ കേരള തീരത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ടൈറ്റാനിയം. അപ്പോൾ ടൈറ്റാനിയത്തെ ഒരു അത്ഭുത ലോഹമായിട്ടാണ് കാണുന്നത്. ഇതിന് ലവണാംശത്തെ ചെറുക്കാനുള്ള കഴിവൊക്കെ ഉണ്ട് കേട്ടോ. അടുത്ത ചോദ്യം, സർക്കാർ സംരംഭത്തിന് കീഴിൽ സ്വത്തുക്കളുടെ ജിയോ ടാഗിംഗ് പൂർത്തിയാക്കിയ ആദ്യത്തെ സംസ്ഥാനം എന്ന പദവി അടുത്തിടെ നേടിയ ഇന്ത്യൻ സംസ്ഥാനം? അത് തെലങ്കാനയാണ്. തെലങ്കാനയിലെ നിസാമാബാദിലാണ് മഞ്ഞൾ ബോർഡ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ് 2025 പരിസ്ഥിതി ദിനത്തിൻ്റെ മുദ്രാവാക്യം അല്ലെങ്കിൽ സന്ദേശം എന്താണ്? ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നാണ്. ഉപ്പിൻ്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന അത്യുൽപാദന ശേഷിയുള്ള നെല്ലിനമാണ് ഏയോം. നെല്ലുമായി ബന്ധപ്പെട്ട് PSC മുന്നോട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം, ഖാരിഫ് വിളയാണ് നെല്ല്. നെൽകൃഷിക്ക് അനുയോജ്യമായ ഭൂമിശാസ്ത്ര ഘടകങ്ങൾ: 1 എക്കൽ മണ്ണ്, പിന്നെ ഉയർന്ന താപനില, അതായത് 24 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ, പിന്നെ ധാരാളം മഴ വേണം, 150 സെൻറ്റിമീറ്ററിന് മുകളിൽ മഴ വേണം. ഇന്ത്യയിൽ നെൽകൃഷി കൂടുതലായിട്ട് കാണപ്പെടുന്ന പ്രദേശം നദീതടങ്ങളിൽ തീരസമതലങ്ങളുമാണ്. ഇപ്പോൾ തീരസമതലം ചോദിക്കുമ്പോൾ പ്രത്യേകിച്ച് ഓർമ്മിച്ചു വെക്കുക, കിഴക്കൻ തീരസമതലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ നെൽകൃഷി കാണുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം തെലങ്കാനയാണ്. 2023-24 എക്കണോമിക് സർവേ റിപ്പോർട്ട് അനുസരിച്ചാണ് കേട്ടോ. പിന്നെ ഇവിടെ ഓർമ്മിച്ചു വെക്കേണ്ട മറ്റൊരു പോയിന്റ്, ദക്ഷിണ കൊറിയ വികസിപ്പിച്ച പുതിയ ഇനം നെല്ലിനമാണ് മേറ്റി റൈസ്. നെല്ലിന്റെ ശാസ്ത്രീയ നാമം ഒറൈസ സറ്റൈവ. ഇന്ത്യയിൽ സമുദ്രനിരപ്പിനും താഴെ നെൽകൃഷി ചെയ്യുന്ന സ്ഥലം ആലപ്പുഴ ജില്ലയിലെ കുട്ടനാടാണ്. പിന്നെ ഇവിടെ ഓർമ്മിച്ചു വെക്കേണ്ട മറ്റൊരു പോയിന്റ്, നമ്മുടെ ഇന്ത്യയിൽ നെല്ലുൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ അസം, പശ്ചിമ ബംഗാൾ, ഒഡീഷയുടെ തീരപ്രദേശങ്ങൾ, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, തമിഴ്നാട്, കേരളം, മഹാരാഷ്ട്ര, കൊങ്കൺ തീരം, ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, മധ്യപ്രദേശ്, ഗോവ, ഛത്തീസ്ഗഡ്, പഞ്ചാബ്, ഹരിയാന തുടങ്ങിയവ. ഇന്ത്യയുടെ നെല്ലറ ആന്ധ്രാപ്രദേശാണ്. ഇന്ത്യയുടെ ധാന്യപ്പുര പഞ്ചാബാണ്. തെക്കേ ഇന്ത്യയുടെ ധാന്യപ്പുര തഞ്ചാവൂരാണ്. ദക്ഷിണേന്ത്യയിലെ നെല്ലറ റെയ്ച്ചൂർ. കേരളത്തിൻ്റെ നെല്ലറ കുട്ടനാട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക.